ശ്രീജിത്ത് പണിക, ട്രംപ് തുറന്നുവിട്ട ഭൂതം ആരെയൊക്കെ കൊണ്ടുപോകും? അതിന് ആരെയൊക്കെ കൊണ്ടുപോകണമെന്ന് അറിയാൻ ശ്രീ അനിൽ, വളരെ സമഗ്രമായിട്ടുള്ള ഒരു എൻക്വയറിയാണ് ഉണ്ടാകേണ്ടത്. കാരണം ഇത് വളരെ സുദീർഘമായിട്ടുള്ള ഒരു പീരീഡിലത്തേക്കാണ് ഈ പണം ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഈ ചർച്ചയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആരാണ് സംസാരിച്ചതെന്ന് കേട്ടില്ല. പക്ഷേ ഇത് ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു, അതിപ്പോൾ പുറത്തു വന്നു എന്ന് പറഞ്ഞു. അത് പൂർണ്ണമായിട്ടും ശരിയല്ല. കാരണം ഗവൺമെന്റ് അവരുടെ ഈ ഗ്ലോബൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് USAID ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ കൊടുക്കുന്ന ഫണ്ടിനെ പറ്റി വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അവിടുത്തെ ടാക്സ് പേയേഴ്സിനോട് പറയുന്നതിനായിട്ട് അവർ foreignAssistance.gov എന്ന ഒരു വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിൽ ഓരോ രാജ്യങ്ങൾക്കും കൊടുക്കുന്ന എന്തൊക്കെ കാര്യത്തിനാണ് കൊടുക്കുന്നത്, ഈ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവർ അമേരിക്കൻ ജനതയെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന US ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന കണക്കുകളൊക്കെ തന്നെ ലെജിറ്റിമേറ്റ് ആണ് എന്ന് ഇന്ന് ഇന്ത്യ ടുഡേ വളരെ വിശദമായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ നല്ല പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു റിപ്പോർട്ടും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ 2001 മുതൽ ഇങ്ങോട്ടുള്ള കാലയളവിനുള്ളിൽ ഏതാണ്ട് 3 ബില്യൺ അടുത്ത് 2.9 ബില്യൺ US ഡോളറാണ് ഇന്ത്യയിലേക്ക് ഇത്തരത്തിലുള്ള സഹായത്തിന് വേണ്ടിയിട്ട് ഇവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു വർഷം ഏതാണ്ട് 120 മില്യൺ ഡോളറിനടുത്ത് വരുന്നുണ്ട്. അപ്പോൾ 2001 ശേഷം എന്ന് പറയുമ്പോൾ അതിൽ കോൺഗ്രസ് ഭരിച്ചിരിക്കുന്ന സമയത്തുണ്ട്, BJP ഭരിച്ചിരിക്കുന്ന സമയത്തുണ്ട്. ഇത് രണ്ടും നൽകിയിരിക്കുന്ന വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള സോഴ്സ് വഴിയാണ്. അതായത് ഇത് പ്രവർത്തിക്കുന്ന സമയത്ത് US ഗവൺമെന്റിന്റെ ഏജൻസികൾ, ഇംപ്ലിമെന്റേഷൻ ഏജൻസികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള, RTI ഇന്റർനാഷണൽ പോലെയുള്ള പല ഗവൺമെന്റിന് താല്പര്യമുള്ള പല സംഘടനകളുണ്ട്, അമേരിക്കൻ ഗവൺമെന്റിന് താല്പര്യമുള്ള സംഘടനകളുണ്ട്. അതുകൂടാതെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് വേറെയും ഉണ്ട്, ഡിലോയിറ്റ് പോലെയുള്ള മറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ പല അക്കൗണ്ട് ഹെഡുകളിലായിട്ടാണ് ഈ പണം ഇത്രയും ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും വിവാദമായിരിക്കുന്ന പണം ഇലക്ഷൻസിന് വേണ്ടി കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷനും സിവിൽ സൊസൈറ്റി സ്ട്രെങ്തനിങ്ങിനും വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന പണമാണ്. അപ്പോൾ ഈ പണത്തിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് ഇന്ത്യ ടുഡേ തന്നെ കണ്ടുപിടിക്കുന്നത് ഏതാണ്ട് 14.6 മില്യൺ ഇതിനുവേണ്ടി ഇന്ത്യയിൽ മുടക്കിയിട്ടുണ്ട് എന്നും, അതിൽ എത്ര തുകയാണ് നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തിരിക്കുന്നത്, എത്ര തുകയാണ് RTI ഇന്റർനാഷണൽ കിട്ടിയിരിക്കുന്നത്, മറ്റ് ഗവൺമെന്റ് സപ്പോർട്ടഡ് ഏജൻസികൾക്ക്, അതല്ലാത്ത ഏജൻസികൾക്കൊക്കെ എത്ര മില്യൺ ഡോളറാണ്, അതെല്ലാം 1.31 മില്യൺ എന്നൊക്കെയുള്ള കണക്കുകളിലാണ് അവർക്ക് എല്ലാവർക്കും തന്നെ കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കണക്കുണ്ട്. അപ്പോൾ ഇത് വെറുതെ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ കണ്ട ഒരു സ്വപ്നത്തിന്റെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് വന്ന് പറയുന്ന കണക്കുകളല്ല. അദ്ദേഹം ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ പലപ്പോഴും അതിനിശ്ചിതമായി വിമർശിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രഖ്യാപനമല്ല, മറിച്ച് US ഗവൺമെന്റിന്റെ കണ്ടെത്തലാണ്. അപ്പോൾ US ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഡോജ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അനാവശ്യമായിട്ടുള്ള ഡിസ്ക്രിഷണറി സ്പെൻഡിങ് എന്തൊക്കെയാണ് എന്ന് കണ്ടെത്താനും അതിനെ തടയുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ഇതേപോലെ തന്നെ ഡെമോക്രാറ്റിക് പ്രോസസ്സ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്, അതായത് സാധാരണ കൊടുക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസിന് പുറമെ ബില്യൺസ് ഓഫ് ഡോളേഴ്സാണ് അമേരിക്ക മുടക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ അമേരിക്കൻ ടാക്സ് പേയറുടെ പണം മറ്റൊരു രാജ്യത്തെ ഡെമോക്രാറ്റിക് സംവിധാനം സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തിനാണ് കൊടുക്കുന്നത്? ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുടെ കയ്യിൽ കൂടുതൽ പണമുണ്ട്, അവർ മറ്റ് രാജ്യങ്ങളെയൊക്കെ ഹെവിലി ടാക്സ് ചെയ്യുന്ന രാജ്യമാണ്. അവിടെയൊക്കെ എന്തിനാണ് നമ്മൾ ഈ ഇലക്ട്രൽ പ്രോസസ്സിൽ ഇടപെടുന്നത്? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇടപെട്ടിരിക്കുന്നത്? കിക്ക് ബാക്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണോ, അതോ മറ്റെന്തെങ്കിലും സ്കീമാണോ, ആരെയെങ്കിലും ഭരണത്തിൽ വരുന്നതിന് തടസ്സപ്പെടുത്തുന്നതിനാണോ, മറ്റാരെയെങ്കിലും സഹായിക്കുന്നതിനാണോ തുടങ്ങിയ രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യങ്ങൾ കൂടി അതിൻ്റെ കൂടി വരികയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ പണം ഇവിടെ ലഭിക്കുന്ന സമയത്തെല്ലാം അത് ലെജിറ്റിമേറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന പണമാണ്. അതായത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുന്നു, ആ പണം ഇന്ത്യയിൽ റിസീവ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്, നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ഇംപ്ലിമെന്റേഷൻ ഏജൻസികളാണ്. പക്ഷേ ഇവരൊക്കെ ഇവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പണം എന്തിനു വേണ്ടി ചെലവഴിച്ചു? അപ്പോൾ ഈ ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ഹെഡിലാണ് ഈ ഇലക്ഷൻസിനെ അല്ലെങ്കിൽ ഇലക്ടറൽ അവയർനെസ്സിന് വേണ്ടിയിട്ടൊക്കെ പണം ചെലവഴിച്ചിരിക്കുന്നത് എങ്കിൽ ആ പണം ഗ്രൗണ്ടിൽ എങ്ങനെയാണ് ചെലവാക്കിയിരിക്കുന്നത്? അത് ഏതെങ്കിലും മാധ്യമങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടാണോ, ഏതെങ്കിലും ഒരു പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ, മറ്റെന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യത്തിന്റെ പേരിലാണോ ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ അറിയേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയേണ്ടുന്ന ഒരാവശ്യം വരുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും ജോർജ് സോറോസിനെ പോലെയുള്ള പല വിവാദ വ്യക്തികളും ഈ ചിത്രത്തിലേക്ക് വരുന്നത്. ഇന്ത്യൻ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജോർജ് സോറോസിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ട്. ആ ഒപ്പീനിയൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിദേശകാര്യ മന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് റിച്ച്, ഓൾഡ്, ഡേഞ്ചറസ് എന്ന രീതിയിലത്തേക്കാണ്. അദ്ദേഹം റിച്ച് ആണ്, അദ്ദേഹം ഓൾഡ് ആണ്, അദ്ദേഹം ഒപ്പീനിയനേറ്റഡ് ആണ്, അദ്ദേഹം ഡേഞ്ചറസ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പൊസിഷനാണ്. ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങളുള്ള ഒരു രാജ്യത്തെ ട്രേഡിനെയും അവിടെയുള്ള രാഷ്ട്രീയത്തിനെയും സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ സ്ഥാപനങ്ങളുണ്ട്.
അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ജോർജ് സോറോസിന്റെ ഫൗണ്ടേഷൻസ് ഒക്കെ ഇന്ത്യയിൽ ആരെയൊക്കെ സഹായിക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളിൽ സഹായിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ അത്ര ഗോപ്യമായിട്ടുള്ള കാര്യങ്ങളല്ല, പബ്ലിക് ഡൊമൈനിൽ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സഹായം അത് ഗ്രൗണ്ട് ലെവലിൽ വരുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? പൊളിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു അട്ടിമറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, ആരെങ്കിലും ഫൈനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ കൃത്യമായ രീതിയിലത്തേക്കുള്ള എൻക്വയറി ഉണ്ടാകണം. അപ്പൊ ഞാനിവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നേരത്തെ നടന്നിരിക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്ര പോപ്പുലർ ഒന്നും അല്ല എങ്കിൽ പോലും ഇവിടുത്തെ US ഒരു ഷോർട്ട് സെല്ലർ ആയിരുന്നു ഹിൻഡൻബർഗ്. ഇപ്പൊ സ്ഥാപനമെല്ലാം അടച്ചുപൂട്ടി. ഈ ഹിൻഡൻബർഗ് ഒരു റിപ്പോർട്ട് അവർ പ്രസിദ്ധീകരിച്ചിരുന്ന സമയത്ത് സാധാരണ രീതിയിൽ ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതല്ലാത്ത ആ ഒരു റിപ്പോർട്ടിനെ പോലും വലിയ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ കോൺഗ്രസ് ആണ് വന്നിട്ട് അതിനെപ്പറ്റി വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുന്നത്. അതിനെപ്പറ്റി എൻക്വയറി ഉണ്ടാകണം, കോർട്ട് മോണിറ്റേഡ് എൻക്വയറി ഉണ്ടാകണം തുടങ്ങിയ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെബിയുടെ അന്വേഷണം പോരാ, വേറെ ആൾക്കാർ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷമാണ്. അതേപോലെ തന്നെ പെഗാസസ് എന്ന് പറയുന്ന ഒരു ചാര സോഫ്റ്റ്വെയർ ഇവിടെയുള്ള പല ആൾക്കാരുടെയും മൊബൈൽ ഫോണുകളിലൊക്കെ തന്നെ ഇൻസ്റ്റാൾഡ് ആണ്. അത് ഗവൺമെന്റ് വാങ്ങിയിരിക്കുന്നതാണ്. ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ പൗരന്മാരെ അനാവശ്യമായി നിരീക്ഷിക്കുകയാണ്, പ്രതിപക്ഷ നേതാക്കളെ നിരീക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിദേശത്തുള്ള ഏതോ ഒരു മാധ്യമത്തിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ, ഒരു ഒപ്പീനിയൻ പീസ് പോലെയുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു റിസർച്ച് പീസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു പീസിനെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ പേരിൽ ഇവിടെ എൻക്വയറി ഉണ്ടാകണം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രതിപക്ഷം ഈ ഒരു വലിയ വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് സമീപിക്കുന്നതെന്ന് നോക്കൂ. ഈ വിഷയം മറ്റുള്ള ഒരു ഹിൻഡൻബർഗിനെ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ മാധ്യമത്തിനെ പോലെയുള്ള ഒരാളല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങേയറ്റത്തെ അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു രാഷ്ട്രത്തലവനാണ്, അമേരിക്കയുടെ എലക്റ്റഡ് ആയിട്ടുള്ള പ്രസിഡന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. കേവലം അദ്ദേഹത്തിന്റെ ഒരു വാമൊഴി വഴക്കം പോലെ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. അദ്ദേഹം പല കാര്യങ്ങളിൽ ഇപ്പോൾ ബൈഡനെതിരെയുള്ള വിമർശനത്തിലൊക്കെ അദ്ദേഹത്തിന് വായിൽ തോന്നുന്നത് പറയുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെയാണോ? ഇത് വളരെ കൃത്യമായിട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന പുതിയ ഡിപ്പാർട്ട്മെന്റ് ഓരോ രാജ്യത്തിനും കൊടുത്തിരിക്കുന്ന കണക്ക് എന്താണെന്ന് പറഞ്ഞൊരു പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ആ പട്ടിക അവർ ഔദ്യോഗികമായിട്ട് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എക്സ് പോസ്റ്റിൽ അവർ അത് കൊടുത്തിട്ടുണ്ട്. ആ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിനെ കോൺഗ്രസ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഏത് രീതിയിലാണ്? ഒന്ന്, ഞങ്ങളുടെ കാലത്ത് ഇതിനെപ്പറ്റി ഇങ്ങനെ പണം വാങ്ങിയിട്ടില്ല. രണ്ട്, ഇത് ബംഗ്ലാദേശിന് കൊടുത്തിരിക്കുന്ന പണമാണ്. മൂന്ന്, അനാവശ്യമായിട്ട് സോറോസിനെയൊക്കെ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നു. നാല്, ഏതോ കാലത്ത് RSSനെ ഫൈനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സ്പൈ ഉപയോഗിക്കുന്നു. ഈ പറഞ്ഞ കുറെ കാര്യങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതൊന്നും USAIDന്റെ പണമൊന്നും അല്ല കേട്ടോ. ഈ RSSന്റെ കാര്യത്തിലൊക്കെ ഉന്നയിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞാൽ വളരെ പണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ഹിൻഡൻബർഗ് വിഷയത്തിലാണെങ്കിലും ഈ ആർട്ടിക്കിളുകൾ വരുന്ന സമയത്തും പറയുന്ന അതേ ആർജവം, അതേ തന്റെ ഇടം എന്തുകൊണ്ടാണ് കോൺഗ്രസ് കാണിച്ചുകൊണ്ട് ശരി ഞങ്ങളുടെ കാലത്ത് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കൂ, ഞങ്ങൾ ഒരു അന്വേഷണത്തിന് വളരെ ഓപ്പൺ ആണ്, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ അത് ഒരു എന്താ നമ്മൾ ഈ പറയുന്ന നേരത്തെ പ്രൊഫസർ കൂടെ തപ്പുന്ന പോലെയാണ്. കോൺഗ്രസിന്റെ പേര് എവിടെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ കോൺഗ്രസ് എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്? എന്തിനാണ് പിന്നെ കോൺഗ്രസിനെയൊക്കെ നിഷേധിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് $3 ബില്യൺ 2001 മുതൽ ഇവിടെ മുടക്കി എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഏതൊക്കെ സർക്കാരുകൾ ഇരുന്നിട്ടുണ്ട്? അടൽ ബിഹാരി വാജ്പേയി സർക്കാർ ഇരുന്നിട്ടില്ലേ? അതേപോലെ തന്നെ ഇവിടെ മൻമോഹൻ സിംഗിന്റെ 2 പൂർണ്ണമായ ടൈമില്ലേ? നരേന്ദ്രമോദിയുടെ 2 പൂർണ്ണമായിട്ടുള്ള ടൈമില്ലേ? ഇതെല്ലാം തന്നെ ഇവിടെയുണ്ട്. അപ്പൊ ഇവിടെ BJP ഭരിച്ചിരിക്കുന്ന സമയമുണ്ട്, കോൺഗ്രസ് ഭരിച്ചിരിക്കുന്ന സമയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJP ഭരിക്കുന്ന സമയത്ത് എത്ര ഫണ്ട് കിട്ടി, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് എത്ര ഫണ്ട് കിട്ടി, ഈ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള അതിൽ ഒരു എൻക്വയറി വേണമെന്ന് ആവശ്യപ്പെടുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ശരി, അന്വേഷിക്കട്ടെ, ഞങ്ങൾ എന്തെങ്കിലും അനാവശ്യമായിട്ട് ചെലവഴിച്ചിട്ടുണ്ടോ അന്വേഷിക്കട്ടെ എന്നല്ലേ പറയേണ്ടത്. അപ്പൊ അത് പറയുന്നതിന് പകരം ആദ്യമേ തന്നെ അച്ഛൻ പത്തായത്തിലില്ല, അച്ഛൻ കിണറ്റിലുമില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു സമീപനം കോൺഗ്രസ് പറയുന്നതാണ് എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ആ രീതിയിലല്ല കോൺഗ്രസ് ഈ വിഷയത്തിനെ പറ്റി പ്രതികരിക്കേണ്ടത്. അതിൽ തന്നെ ട്രംപ് ഹൈ തോന്നുന്നൊക്കെ പറയുന്നതാണ്. അദ്ദേഹം പറയുന്ന കണക്കുകളൊക്കെ നമ്മൾ വിശ്വസിക്കണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കണക്ക് പറയുന്നത് ആ ഗവൺമെന്റാണ്. ട്രംപിനെ വിട്ടേക്കും. പക്ഷെ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കണക്കാണ്. ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് അത് എക്സിൽ പോസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല, അവരുടെ foreign-assistance.gov എന്ന് പറയുന്ന ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കണക്കാണ്. ആ കണക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ നമ്മൾ എന്തിന് അവിശ്വസിക്കണം? പല പല അക്കൗണ്ടുകളിലായിട്ട് ഈ രീതിയിലത്തേക്കുള്ള പണം ഇവിടെ മുടക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എന്തിനാണ് പണം? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെലവഴിച്ചത്? ഈ RTI ഇന്റർനാഷണൽ പ്രവർത്തിക്കുന്നത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്? മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടോ? ഈ കാര്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? ഇപ്പം ഇന്ത്യ ടുഡേ പോലെയുള്ള നമ്മുടെ നാട്ടിലുള്ള ഒരു മാധ്യമത്തിന് വളരെ കൃത്യമായിട്ട് ഇലക്ഷൻസിന് $4,84,158 ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് സിവിൽ സൊസൈറ്റി സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട് $141 മില്യൺ ചെലവഴിച്ചിരിക്കുന്നത് എന്ന് കണക്ക് കണ്ടെത്താനായിട്ട് ഈ സൈറ്റിൽ നിന്ന് കഴിയുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല?
അപ്പോൾ ഇതിൽ കോൺഗ്രസ് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പിന്നെ ഞങ്ങൾ മാത്രമാണ് ഇതിൽ എന്തോ തെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുന്നത് എന്തിനാണ്? അതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ആരാണ് കുറ്റവാളി, ഇത് ആരുടെയൊക്കെ ധാരണയോടുകൂടി ചെയ്തിരിക്കുന്നതാണ്, ആരാണ് ഇതിന്റെ ബെനിഫിഷ്യറി എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു കൃത്യമായ എൻക്വയറി ഉണ്ടാകണം. ഇന്നിപ്പോ നമ്മുടെ വിദേശകാര്യ വക്താവ് ഓൾറെഡി പറഞ്ഞല്ലോ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ആഭ്യന്തരമായിട്ടൊരു അന്വേഷണം ആരംഭിക്കുകയാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് കാണുന്നത് എപ്പോഴാണ്? ശ്രീ അനിൽ, ഇതിലെ പ്രശ്നം അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്ത്യയിലെ പൊളിറ്റിക്സിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹെവിലി ടാക്സ് ചെയ്യുന്ന ഒരു രാജ്യത്തിന് അനാവശ്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠനമൊന്നും അല്ല അമേരിക്കയിൽ നടന്നത്. അമേരിക്കയിൽ നടന്നത് അവിടുത്തെ ടാക്സ് പേയറുടെ പണം അനാവശ്യമായിട്ട് എന്തിനാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ലളിതമായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിന്നെ സർക്കംസിഷൻ ആ പുരുഷന്മാരുടെ സർക്കംസിഷന് വേണ്ടിയിട്ട് മൊസാംബിക്കിന് വേണ്ടിയിട്ട് $10 മില്യൺ കൊടുക്കുന്നു. അമേരിക്ക എന്തിനാണ് അത് കൊടുക്കുന്നത്? എന്ത് കാര്യത്തിന് അമേരിക്ക ഇവിടെ കൊടുക്കുന്നത്? അതേപോലെ പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. അവര് കൊടുത്തിരിക്കുന്ന പണമാണ്. വോട്ടർ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനായിട്ട് ലൈബീരിയയിലേക്ക് $1.5 മില്യൺ കൊടുത്തിരിക്കുന്നു. അവിടെയുള്ള ആൾക്കാർക്ക് വോട്ടർ ആത്മവിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവർക്ക് എന്താണ്? മാലിയിലുള്ള സോഷ്യൽ കൊഹീഷന് വേണ്ടി $14 മില്യൺ. ആലോചിച്ചൊക്കെ എത്ര വലിയ തുകയാണ്. അവിടെ സാമൂഹ്യമായിട്ട് ആൾക്കാരെല്ലാം മാലിയിൽ ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഈ പണം കൊടുക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയിലുള്ള ഡെമോക്രസി കൂടുതൽ ഇൻക്ലൂസീവ് ആകണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ $2.5 മില്യൺ അവിടെ കൊടുത്തിരിക്കുകയാണ്. ഏഷ്യയിൽ നിന്നുള്ള പഠനങ്ങൾ മുഴുവനും അതിന്റെ പഠനങ്ങൾ മുഴുവനും വളരെ കൃത്യമായിട്ട് നമുക്കതിനെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് $47 മില്യൺ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ടോ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടോ ഒക്കെ തന്നെ മുടക്കുന്ന പണത്തിനെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടോ വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ടോ മുടക്കുന്ന പണം ഉണ്ടെങ്കിൽ നമുക്കതിനെ മനസ്സിലാക്കാം. പക്ഷെ അതല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ സർക്കംസിഷൻ ഉൾപ്പെടെ അല്ല, അതെനിക്കറിയില്ല, അത് അന്വേഷിച്ചെങ്കിലേ അറിയുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് ബേസിക്കലി ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും അവിടുത്തെ ടാക്സ് പേയറുടെ ഹെവിലി ടാക്സ് ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ജനങ്ങളുടെ പണം ആ രാജ്യത്തിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് അവിടുത്തെ വിഭവങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നതിന് പകരം ലോകത്ത് മുഴുവനും വെറുതെ അനാവശ്യമായിട്ടുള്ള അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള അല്ലാത്ത രീതിയിലത്തേക്ക് മുടക്കിയാൽ അതിനെ കട്ടയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു അനാവശ്യ ഡിസ്ക്രിഷണറി സ്പെൻഡിങ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിൽ ഇന്ത്യയെ സിംഗിൾ ഔട്ട് ചെയ്യുവല്ല. ഈ പറയുന്ന എല്ലാവരുടെയും ലിസ്റ്റിൽ വളരെ കൃത്യമായിട്ട് പറയുകയാണ് $486 മില്യൺ ഇലക്ഷൻസിന് പൊളിറ്റിക്കൽ പ്രോസസ് സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട് ഒരു കൺസോർഷ്യം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ട്. ആ മുടക്കിയിരിക്കുന്നതിൽ $22 മില്യൺ മോൾഡോവയിലേക്കാണ്, അതിൽ $21 മില്യൺ ഇന്ത്യയിലേക്കാണ്, പിന്നീട് ഒരു $29 മില്യൺ ബംഗ്ലാദേശിലേക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഈ താല്പര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നമുണ്ടല്ലോ, അവിടെ മുഹമ്മദ് യൂനിസ് വന്നതിന് ശേഷമുള്ള വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം ബന്ധപ്പെടുത്തിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ ചെല്ലുന്ന സമയത്ത് ജോയിന്റ് പ്രസ് മീറ്റിൽ പോലും ചോദ്യം ഉണ്ടാകുന്നത് എന്താണ്? അമേരിക്കയുടെ താല്പര്യം ഇതിലുണ്ടോ എന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ചോദിക്കുന്നത്. ആ സമയത്ത് ട്രംപ് പറഞ്ഞല്ലോ, അതിൽ അമേരിക്കയുടെ താല്പര്യമൊന്നും അല്ല, നിങ്ങൾ അവിടെ ചെയ്യാനുള്ള കാര്യത്തിന് എന്തായാലും പൂർണ്ണമായിട്ടുള്ള അധികാരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡിയൊക്കെ ഉണ്ട്, അദ്ദേഹത്തിനോട് ചോദിക്കൂ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കുറേ സ്പെൻഡിങ് അവിടെ ഉണ്ടായിരുന്നതിനെ ഇപ്പോൾ കണ്ടുപിടിച്ചു, അതിനെ കട്ടയിൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ അതിനെ ഗ്രൗണ്ടിൽ എങ്ങനെ ചെലവഴിച്ചു എന്നതിനെ പറ്റി അറിയണമെങ്കിലും ആരാണ് അതിന്റെ കൾപ്രിറ്റ് എന്നത് അറിയണമെന്നുണ്ടെങ്കിലും അനാവശ്യമായിട്ടുള്ള ബെനിഫിഷ്യറീസ് ആയിട്ട് ആരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എൻക്വയറി വരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹിൻഡൻബർഗ് വിഷയത്തിലോ പെഗാസസ് വിഷയത്തിലോ നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ വാൾ സ്ട്രീറ്റ് ജേർണലിലെ ഒരു ലേഖനം വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ ഗ്വാഗ്വാവിളികൾ നടത്തുന്ന പ്രതിപക്ഷത്തിന് എന്തുകൊണ്ടാണ് ഇത് അന്വേഷിക്കും, ഞങ്ങൾ ട്രാൻസ്പെറന്റ് ആണ്, അന്വേഷിക്കും എന്ന് പറയാൻ കഴിയാത്തത്? അതാണ് എന്റെ ചോദ്യം. ഓക്കെ.